നമ്മൾ നിർത്തിയത് ഇത് തുടങ്ങി, സാഖ്യയോഗം തുടങ്ങി. സാഖ്യയോഗം നമ്മൾ ഇന്ന് തുടങ്ങി. അപ്പൊ സാഖ്യയോഗത്തില് അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അർജുനൻ ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വില്ലും അമ്പും എല്ലാം താഴെ വെച്ച് തേർത്തടത്തിൽ ഇങ്ങനെ ദുഃഖിച്ചങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന, അല്ലെ, കാരുണ്യം കൊണ്ട്, കാരുണ്യം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്, കണ്ണുനീരൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ കലങ്ങിയ കണ്ണുകളോടുകൂടി വിഷാദിച്ചിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ മറുപടി പറയാനായിട്ട് തുടങ്ങി, അല്ലെ. കൃഷ്ണൻ അങ്ങോട്ട് മറുപടി പറയണം. ആദ്യം എന്താണ് പറഞ്ഞത്? അർജുന, നിനക്ക് ഈ ഒരു മോഹം നിന്നെ എവിടുന്ന് പിടികൂടി എന്നാണ് ചോദിച്ചത്. എന്താണ്, എങ്ങനെയുള്ള മോഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നീ അനുഭവിക്കുന്ന ഈ ഒരു വിഷമാവസ്ഥ, അല്ലെ, ആ വിഷമാവസ്ഥയിലെ മോഹം നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഈ വിഷമാവസ്ഥ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുള്ളതാണ്? അത് സജ്ജനങ്ങള് അനുവർത്തിക്കാത്തതാണ് ഈ ഒരു വിഷമാവസ്ഥ. അസജ്ജനങ്ങൾ മാത്രം അനുവർത്തിക്കുന്നത്. പിന്നെ അകീർത്തികരം, അല്ലെ, പേരുദോഷത്തെ ഉണ്ടാക്കുന്ന, പരലോക സുഖത്തെ നശിപ്പിക്കുന്നതുമായ ഈ വിഷമാവസ്ഥയിൽ ഈ ഒരു മോഹം നിനക്ക് എവിടുന്നാ കിട്ടിയത്? നിന്നെ എവിടുന്നാ പിടികൂടിയത് എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത്. അങ്ങനെയാണ് കൃഷ്ണൻ തിരിച്ചു ചോദിച്ചത്. അങ്ങനെയാണ് അർജുനന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു, എന്താണ്, അർജുനനെ ഉയർത്താനുള്ള ശ്രമമാണ്, അർജുനന്റെ ഉള്ളിൽ ആ എനർജി നിർത്തിയാനുള്ള ശ്രമമാണ്. അർജുനോട് പറയാണ്, നിന്റെ ഈ അലസത ഇത് നപുംസകങ്ങൾക്ക് ചേർന്നതാണ്, നിനക്ക് ചേർന്നതല്ല എന്ന് പറയും. നപുംസകത്തിൻ്റെതായ അലസത, അതുപോലെ അകർമ്മണ്യത, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ, അതൊന്നും നീ കൈക്കൊള്ളരുത് പറയണം. കാരണം ഇത് നിനക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് ക്ഷുദ്രം തെക്വ ഹൃദയ ദൗർബല്യം, അല്ലെ, ക്ഷുദ്രമായ, വളരെ നിസ്സാരമായ മനസ്സിന്റെ ഈ ഒരു ബലഹീനത നീ വിട്ടുകളയോ. എന്നിട്ട് അർജുനെ വിളിക്കുന്നതാണ് പരന്തപനായ അർജുന. പരന്തപ എന്നാണ് പറയുന്നത്. പരന്തപ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലും മറ്റുള്ളവരെ, ശത്രുക്കളൊക്കെ തപിപ്പിക്കുന്നവനായ അർജുന, നീ യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേൽക്കൂ എന്ന് പറയുകയാണ് കൃഷ്ണൻ. അങ്ങനെ അർജുനനെ ഒന്ന് ഉണർത്താനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ ഇവിടെ അർജുനൻ, ഭഗവാൻ കൃഷ്ണൻ സംസാരിച്ച് തുടങ്ങിയ ഉടനെ തന്നെ അർജുനന്റെ ഉള്ളിലുണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം ഇളകാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അല്ലെ, അർജുനൻ നേരത്തെ ഒരു തീരുമാനം ഉറപ്പിച്ചിട്ടാണ് തേർത്തട്ടിൽ ഇരുന്നത്. എന്തായിരുന്നു തീരുമാനം? ഞാൻ ഈ യുദ്ധം ചെയ്യില്ല, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച്, ഞാൻ വേണമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പൊക്കോളാം എന്നൊക്കെ, സന്യാസം വരെ സ്വീകരിച്ചോളാം എന്ന് പറയുന്നത്, അല്ലെ. അങ്ങനെ പറഞ്ഞ് തേർത്തട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ തന്റെ തീരുമാനം അതാണ്, ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല. പക്ഷെ ഭഗവാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി ഭഗവാന്റെ വാക്കുകൾ അർജുന്റെ ഉള്ളിൽ ആ വീര്യം ഉണർത്താൻ തുടങ്ങി, എനർജി വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അർജുന്റെ ഉള്ളില് ആ എനർജി ലെവലിൽ മാറ്റം വന്നപ്പോ തന്നെ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഇളക്കം തട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, അത് ആ തീരുമാനം ഒരു സംശയമായി മാറാൻ തുടങ്ങി എന്നാണ്. അപ്പൊ ഇനി ആ സംശയം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഭഗവാനിൽ നിന്ന് വ്യക്തമായ ഒരു മാർഗം, ഒരു മാർഗനിർദ്ദേശം, അത് നേടാനാണ് ഇനി അർജുനൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. തുടർന്ന് അർജുനൻ പറയണം, അർജുന ഉവാച, 4-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്യണം. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. അർജുനൻ തിരിച്ച് പറയുകയാണ്. എന്താണ് അർജുന? കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. ഇവിടെ കൃഷ്ണനോട് പറയുകയാണ്, അരിസൂദന, അല്ല, ശത്രു നിഗ്രഹം ചെയ്യുന്ന അല്ലയോ കൃഷ്ണ. കൃഷ്ണൻ ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കുന്ന ആളാണ്. മധുസൂദന എന്ന് വിളിക്കുന്നത് അരിസൂദന, മധുസൂദന എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിഗ്രഹം ചെയ്യുന്ന അല്ലയോ കൃഷ്ണ എന്നാണ് പറയുന്നത്. കൃഷ്ണനെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, ഈ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ യുദ്ധത്തില് ഞാൻ എങ്ങനെയാണ് നേരിടുക? എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ പൂജാർഹരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയും. അപ്പൊ പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ ഞാൻ യുദ്ധത്തില്
എങ്ങനെയാണ് ബാണങ്ങൾ കൊണ്ട് അവരെ നേരിടുന്നത്? എനിക്ക് അറിയുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ അരിസൂദന എന്നാണ് വിളിക്കുന്ന ഭഗവാൻ, അല്ലെ? അരിസൂദന, അരി എന്ന് പറഞ്ഞാൽ ശത്രുക്കള്. ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിൽ ദോഷമില്ല എന്നൊരു സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അർജുനൻ ഭഗവാനോട്. ഭഗവാൻ അരിസൂദനാണ്, ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിൽ ദോഷമില്ല. പക്ഷെ ഇവിടെ പിതാമഹനാണ് നിൽക്കുന്നത്, പിന്നെ ഗുരുവാണ്, അല്ലെ? ഭീഷ്മരും ദ്രോണരും. പിതാമഹനെയും ഗുരുവിനെയും കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. ഇതാണ് ഇവിടുത്തെ സൂചന, ഏതാണ് അർജുനൻ കൊടുക്കുക. അതുകൊണ്ടാണ് അരിസൂദന എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനന്റെ മുമ്പില് എന്താണ്? 2 വഴികളാണ് ഉള്ളത്. 2 വഴികൾ. ഒന്ന്, ഗുരുക്കന്മാരോട് യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുക. യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് സ്ഥലം വിടുക. പക്ഷെ അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ആയാൽ ഒരുപക്ഷെ ഭിക്ഷ യാചിക്കുന്ന അവസ്ഥ പോലും വന്നു ചേരാം എന്നാണ് പറയുന്നത്. അർജുനൻ യുദ്ധം ചെയ്താൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ. അതാണ് ഒരു വഴി. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെയൊക്കെ വധിച്ച് ഭൗതികമായിട്ടുള്ള ഐശ്വര്യം നേടാം, രാജ്യം ഭരിക്കാം, രാജ്യസുഖം നേടാം. പക്ഷെ അർജുനൻ ആഗ്രഹിക്കുന്ന എന്താണ്? ആദ്യത്തെ തീരുമാനമാണ്. ഒന്നാമത്തെ വഴിയാണ് അർജുനൻ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ വഴി എന്താ? യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക, എന്നിട്ട് ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ജീവിക്കുക, അല്ലെ? ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇപ്പൊ അർജുനന് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത ശ്ലോകം 5-ാമത്തെ ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണേ. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ പുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. അടുത്തത് പറയാം, മഹാനുഭാവാൻ. മഹാനുഭാവാൻ ഗുരുൻ എന്ന് പറഞ്ഞാൽ, മഹാനുഭാവാൻ എന്ന് പറഞ്ഞാൽ സംപൂജ്യരായ ഈ ഗുരുക്കന്മാരെ കൊല്ലാനിടയാവാതെ, ഈ ലോകത്ത് അവരെ ദ്രോഹിക്കാതെ, അതാണ് ഉദ്ദേശിക്കുന്നതാണ്. ഗുരുക്കന്മാര് സംപൂജ്യരാണ്, നേരത്തെ പറഞ്ഞു, പൂജാർഹരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ അങ്ങനെയുള്ള സംപൂജ്യരായ ഗുരുക്കന്മാരെ കൊല്ലാനിടവരാതെ ഈ ലോകത്ത് ഭിക്ഷയയച്ച് അന്നം കഴിക്കുന്നത് പോലും ഉത്തമമാണ് എന്ന് പറയുകയാണ് അർജുനൻ. കാരണം അവരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി ഭിക്ഷാടനം നടത്തേണ്ടി വന്നാലും, ഭിക്ഷാന്നം കഴിക്കേണ്ടി വന്നാലും അതും വളരെ ഉത്തമമാണ് എന്ന് അർജുനൻ പറയും. നേരെ മറിച്ച് എന്താണ്, ഈ ലോകത്ത് തന്നെ ഇപ്പൊ ധനമോഹികളായ ഗുരുക്കന്മാരെ കൊന്നിട്ടാണെങ്കിലോ അവരുടെ രക്തം കലർന്ന ലൗകിക സുഖങ്ങൾ അനുഭവിക്കാം എന്ന് പറയാണ് ഇവിടെ. അവരുടെ രക്തം കലർന്ന ലൗകിക സുഖങ്ങൾ അനുഭവിക്കാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോ ഗുരുക്കന്മാര് മഹാനുഭാവന്മാരാണെങ്കിൽ കൊല്ലണ്ട എന്ന് പറയണം, കൊല്ലണ്ട ആവശ്യമില്ല. പക്ഷേ ഈ യുദ്ധക്കളത്തില് അണിനിരന്നിരിക്കുന്ന ഗുരുക്കന്മാരൊക്കെ ധനമോഹികളാണല്ലോ. അപ്പൊ അവരെ കൊന്നാൽ എന്താണ് ദോഷം എന്നൊരു പക്ഷെ സംശയം ചോദിച്ചേക്കാം എന്ന് അർജുനന്റെ ഉള്ളിൽ തോന്നി. അപ്പോ ഈ സംശയത്തിന് അർജുനൻ തന്നെ മറുപടി പറയുകയാണ്. എന്താണ് മറുപടി പറയുന്നത്? ഇതാണ്, ഭീഷ്മരും ദ്രോണരൊക്കെ എന്താണ് ധനമോഹികളാണെന്ന് ആരാണ് പറഞ്ഞ് ചോദിക്കുകയാണ്. ധനമോഹികളാണെന്ന് ആരാണെന്ന് പറഞ്ഞ്. പക്ഷേ ഇതിലൊരു ഉണ്ടായിരിക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ ധനമോഹികളാണെന്ന് അവര് തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ധർമ്മപുത്രര് തന്റെ സഹോദരന്മാരെയും കൂട്ടി, കൃഷ്ണനെയും കൂട്ടി ഇവരെയൊക്കെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ അനുഗ്രഹം ആവശ്യമായിട്ട്, അനുഗ്രഹം ചോദിക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കണ്ടുമുട്ടിയിരുന്നത്? ഭീഷ്മരുടെ പിതാമഹനെ കണ്ടിട്ടുണ്ട്, ദ്രോണരെ സമീപിച്ചിട്ടുണ്ട്, കൃപരെ സമീപിച്ചിട്ടുണ്ട്, അതുപോലെ ശല്യര്, ഇവരെല്ലാം സമീപിച്ചിട്ടുണ്ട് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. അപ്പോ അവരെയൊക്കെ സമീപിച്ചു, അനുഗ്രഹം ചോദിച്ച് അവരെല്ലാം സമീപിച്ചു. അപ്പോ അവര് മറുപടി പറഞ്ഞത് എന്താണെന്നറിയാമോ? അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചു, പാദത്തിൽ പ്രണമിച്ച് അവരോട് അനുഗ്രഹം ചോദിക്കുന്നുണ്ട് പാണ്ഡവന്മാര്. ഭഗവാൻ കൃഷ്ണന്റെ കൂടെ ചെന്നിരിക്കുന്നു. അപ്പൊ ഇവര് 4 പേരും
ഭീഷ്മര്, അതുപോലെ ആരാണ് ദ്രോണര്, കൃപര്, ശല്യര്. അപ്പൊ ഇവര് 4 പേരും പാണ്ഡവന്മാർക്ക് വിജയം ആശംസിക്കുന്നുണ്ട്. നിങ്ങള് വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിട്ട് പറയാണ് തങ്ങൾ എന്തുകൊണ്ടാണ് ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ളതിന് വിശദീകരണം അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ദുര്യോധന പക്ഷത്ത്? ഞങ്ങൾ അർത്ഥകാമന്മാരാണ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ധനമോഹികളാണ്, അർത്ഥകാമന്മാരായതുകൊണ്ടാണ് ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നത് എന്ന് അവരറിയിക്കാൻ. അപ്പൊ ഈ കാര്യത്തിൽ 4 പേരും ഒരേപോലെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അവര് പറഞ്ഞത് ഇപ്രകാരമാണ്. മഹാഭാരതത്തിൽ പറയുന്നത് അർത്ഥസ്യ പുരുഷോ ദാസോ ദാസത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ഭക്തോസ്മ്യർത്ഥനെ കൗരവൈ എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? അർത്ഥസ്യ പുരുഷോ ദാസോ എന്ന് പറഞ്ഞാൽ പുരുഷൻ അർത്ഥത്തിന്റെ ദാസനാണ് എന്ന് പറയാം. അർത്ഥം, ലക്ഷണം, സമ്പത്ത്. അർത്ഥമാണെങ്കിലോ അത് ആരുടെയും ദാസനല്ല എന്ന് പറയാണ്. എന്നിട്ട് പറയണം മഹാരാജാവെ ഇത് സത്യമാണ്. അപ്പോ അർത്ഥം കാരണം, ധനം കാരണം ഞാൻ കൗരവന്മാരോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ 4 പേരും. അതുകൊണ്ട് എനിക്ക് കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാതെ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഇതും പറയുന്നുണ്ട്, ഒരു നപുംസകത്തെ പോലെയാണ് ഞാൻ പറയുന്നത്, യുദ്ധം ഒഴിച്ച് അങ്ങേക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവരങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അവര് ധനമോഹികളാണെന്ന് അവര് തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അവരെ കൊല്ലാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? അർജുനൻ എപ്പോഴും പറയുന്നതാണ്. അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും അവരെ കൊല്ലുന്നത് ശരിയല്ല. കാരണം ഗുരുക്കന്മാരുടെ രക്തം പുരണ്ട ലോകസുഖം അതെത്ര വലുതായാലും അത് അനുഭവിക്കുന്നത് ശ്രേയസ്സല്ല എന്നാണ് പറയുന്നത്. അതാണ് അർജുനന്റെ പക്ഷം, അതാണ്. അപ്പോ അർജുനന്റെ നേരത്തെ പറഞ്ഞല്ലോ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നുണ്ട്. നിന്റെ ഈ വളരെ നിസ്സാരമായ ഈ ബലഹീനത അതിനെ വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ അത് പറഞ്ഞപ്പോ, അർജുനന്റെ ഉള്ളിൽ ആ ബലഹീനതയെ കുറിച്ച് പറഞ്ഞപ്പോ അത് അർജുനന്റെ ഉള്ളിൽ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അർജുനൻ എങ്ങനെ ഒരു ന്യായീകരണം പറയുന്നത്. അപ്പൊ തന്റെ നിശ്ചയം ആദ്യം പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറയുന്നത് അത് ഭീരുത്വമാണ്, ഹൃദയ ദൗർബല്യമാണ് എന്ന് പറഞ്ഞപ്പോ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്, പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പൊ ഇത് കണ്ടപ്പോ അർജുന്റെ ഉള്ളിൽ കൺഫ്യൂഷനായി, അർജുന്റെ ഉള്ളിൽ സംശയമായി എന്ന് പറയാണ്. കാരണം അർജുന്റെ ഉള്ളിൽ ആൾറെഡി ദൈവീ സമ്പത്താണ്, നേരത്തെ പറഞ്ഞ ഡിവൈൻ ക്വാളിറ്റീസ് നിറഞ്ഞ ആളാണ് അർജുനൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനന്റെ തീരുമാനവും ഭഗവാന്റെ വാക്കുകളും തമ്മിൽ പരസ്പര വിരുദ്ധമായപ്പോ അർജുനന് കൺഫ്യൂഷനായി. അർജുനനെ മാർഗനിർദ്ദേശത്തിനായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോ ഇത് ഈ ദൈവീ സമ്പത്ത് അല്ലെങ്കിൽ ദേവവർഗത്തിന്റെ സ്വഭാവമാണ് ഇത് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മളുടെ പ്രവൃത്തിപഥത്തിൽ, നമ്മളെ പ്രവൃത്തി മണ്ഡലത്തിൽ, കർമ്മമണ്ഡലത്തില് ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ധർമ്മസങ്കടം എന്നാണ് ഇതിന് പറയുക ശരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയാത്തൊരവസ്ഥ, ധർമ്മസങ്കടം. അപ്പൊ ഇങ്ങനെയുള്ള ധർമ്മസങ്കടം ഉണ്ടാവുന്ന സമയത്ത് എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾക്കുള്ളിലേക്ക് തിരിയും, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം, അതിനെ ശരണം പ്രാപിക്കും. അതല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരെ ശരണം പ്രാപിക്കും. എന്നിട്ട് നമ്മൾ മാർഗനിർദ്ദേശം തേടും. അല്ലെ? ശരിയല്ല? എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു തീരുമാനം അവരുടെ അടുത്ത് നമ്മൾ ഉപദേശമായിട്ട് സ്വീകരിക്കും. ഇത് ദേവവർഗത്തിന്റെ സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദൈവീ സമ്പത്തുള്ളവരാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഈ പ്രവൃത്തിപഥത്തെ, കർമ്മമണ്ഡലത്തെ എന്നും ധന്യമാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ദൈവീ സമ്പന്നന്മാരാണ്. അപ്പൊ അർജുനന്റെ മനോഭാവമാണ് ഇനി അടുത്ത ശ്ലോകം കൊണ്ട് പറയാനായിട്ട് പോകുന്നത്. അടുത്ത് 6-ാമത്തെ ശ്ലോകം ചൊല്ലുക. കതരന്നോ ഗരീയോ യദ്വാ ജയേമയതി വാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. അർജുനൻ പറയണം, അർജുനൻ മറുപടി പറയണ, യദ്വാ ജയേമ, ഞങ്ങള് കൗരവരെ ജയിക്കുന്നതാണോ, യദിവ ന ജയോ, അതോ കൗരവന്മാര് ഞങ്ങളെ ജയിക്കുന്നതാണോ?
ഏതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് ചോദിക്കണം. ഏതാണ് ഞങ്ങൾക്ക് നല്ലത്? ഞങ്ങൾ കൗരവന്മാരെ ജയിക്കുകയാണോ വേണ്ടത്, അതോ കൗരവന്മാര് ഞങ്ങളെ ജയിക്കുന്നതാണോ? ഏതാണ് ഞങ്ങൾക്ക് നല്ലത്? അതെനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയണം അർജുനൻ ഭഗവാനോട്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ നമ്മള് കൗരവന്മാരെ വധിക്കാനായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. യുദ്ധം ചെയ്താൽ അവർ വധിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അർജുനൻ അത് ഉറപ്പുണ്ട്. അപ്പോ ആരെ വധിച്ചാലാണോ പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നാത്തത്, അവരാണ് കൗരവന്മാർ. ആ ധാർത്തരാഷ്ട്രന്മാർ സഹോദരന്മാരാണ്. അപ്പൊ അവര് നേരെ മുന്നിൽ വന്ന് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അവരെ മുഴുവൻ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കും ജീവിച്ചിരിക്കാൻ ആഗ്രഹം തോന്നില്ലല്ലോ എന്നാണ് സൂചന. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൗരവന്മാരുടെ അവസ്ഥ എന്താണ്? അവര് സഹോദരന്മാരാണ്. എന്നാലും കുട്ടിക്കാലം തൊട്ട് തന്നെ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ അവര് സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് കൗരവന്മാർ. അപ്പൊ ഒരു വശത്തെ കൗരവന്മാർ അങ്ങനെ നിൽക്കുന്നു. എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരുന്ന, അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൗരവന്മാരാണ് ഒരു വശത്ത്. പക്ഷേ അർജുനന്റെ അവസ്ഥ എന്താണ്? മറുവശത്ത് അർജുനൻ നിൽക്കുന്നു. അർജുനന്റെ അവസ്ഥ എന്താ? അവരിൽ നിന്ന്, കൗരവന്മാരിൽ നിന്ന് ഏതൊക്കെ തരത്തില് ദ്രോഹമുണ്ടായാലും, ഏതൊക്കെ തരത്തില് ദുഃഖമുണ്ടായാലും അവര് പല രീതിയിൽ ചതിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവര് സ്വജനങ്ങളാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഇത് ധർമ്മയുദ്ധമാണ് എന്നിട്ട് പോലും കൗരവന്മാരെ കൊല്ലാൻ മടി കാണിക്കുകയാണ് അർജുനൻ. അങ്ങനെ മടി കാണിക്കുന്ന അർജുനൻ മറുവശത്ത്. അപ്പൊ ഒരു വശത്ത് കൗരവരെ എപ്പോഴും പാണ്ഡവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന, കുട്ടിക്കാലം തൊട്ടിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന കൗരവന്മാർ ഒരു വശത്ത്, മറുവശത്ത് ഇവര് സ്വജനങ്ങളാണ് എന്ന കാരണത്തില് ധർമ്മയുദ്ധം ചെയ്യാൻ പോലും സാധിക്കില്ല. അങ്ങനെ ചെയ്തിട്ട് പോലും കൗരവന്മാരെ കൊല്ലാൻ പറ്റില്ല എന്ന് മടി കാണിക്കുന്ന അർജുനൻ മറുവശത്ത് നിൽക്കുന്നു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ആരാണ് നിൽക്കുന്നത്? അവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ, അല്ലെ? അപ്പോ അർജുനന്റെ ഈ ഒരു ബലഹീനത, ഈ ഒരു മനോഭാവം, ഇത് ക്ഷുദ്രമാണ്, ക്ഷുദ്രമായ ഹൃദയത, നിസ്സാരമായ ബലഹീനതയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന കൃഷ്ണൻ ഇവർക്ക് രണ്ടിലും ഇടയിലായിട്ട് നിൽക്കുക. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഈ ഒരു അവസ്ഥയില് അർജുനൻ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ശുദ്ധ ബുദ്ധിക്കാരനാണ്, അല്ലെ? മനസ്സിൽ മാലിന്യങ്ങളൊന്നുമില്ല. അപ്പോ അർജുനന്റെ ഈ അവസ്ഥയില്, ഈ ഒരു അവസ്ഥയില് കൗരവന്മാർ നിൽക്കുന്നു, ഭഗവാൻ കൃഷ്ണന്റെ തന്റെ മാനസികാവസ്ഥ ഇതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അർജുനന്റെ ആ തീരുമാനത്തിന് ഇളക്കം തട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നേരത്തെ തീരുമാനിച്ചത് എന്താണ്? ഞാൻ യുദ്ധം ചെയ്യില്ല, അതാണ് തീരുമാനം. പക്ഷെ ആ തീരുമാനത്തിന് ഇളക്കം തട്ടാൻ, സംശയം തുടങ്ങി. ഞാൻ ചെയ്യാതിരിക്കുന്നത് നല്ലതാണോ, ചെയ്യണോ നല്ലത്? അങ്ങനെ സംശയം തോന്നാൻ തുടങ്ങി അർജുനൻ. അപ്പോ ഉള്ളില് സംശയം വന്നു. സംശയം വന്നോടുകൂടി വേറൊരു തോന്നൽ കൂടി വന്നു. എനിക്കിപ്പോ അറിയില്ല, ശരിയായ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ള ബോധവും വന്നു, അല്ലെ? എനിക്ക് അറിവില്ലായ്മയുണ്ട് എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ആ തിരിച്ചറിവ് വന്നോടുകൂടി, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നുള്ള തിരിച്ചു വരുന്നതോടുകൂടി പിന്നെന്താണ്? ഭഗവാനെ ഗുരുവായിട്ടാണ് പിന്നെ കാണുന്നത്. കൃഷ്ണനെ അതുവരെ സതീർത്ഥനായിരുന്നു, സുഹൃത്തായിരുന്നു. പക്ഷെ ഇപ്പോ, കാരണം എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അപ്പൊ അതിന് മാർഗനിർദ്ദേശം തരാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സത്യം ദർശിച്ച സത്യദർശിയായ ഗുരുവിനെയാണ് ശരണം പ്രാപിക്കുന്നത്. കൃഷ്ണനെ ഗുരുവായിട്ടാണ് ഇനി ശരണം പ്രാപിക്കുന്ന അർജുനൻ. അപ്പൊ ഇവിടെ ടോട്ടൽ സറണ്ടർ ആണ്, അല്ലെ? ആ ഉള്ളിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആദ്യം തീരുമാനം എടുത്തു, ഞാൻ പറയുന്നതാണ് ശരി എന്ന് അർജുനന് തോന്നി, തീരുമാനിച്ചു ഞാനിത് ചെയ്യില്ല. പക്ഷെ കൃഷ്ണന്റെ മറുപടി കേട്ടപ്പോ അത് തള്ളിക്കളയാനും വയ്യ, അല്ലെ? അത് തള്ളിക്കളയാൻ വയ്യ. അപ്പൊ ഉള്ളിൽ നേരത്തെ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ, ആ ഒരു സംശയം അർജുനന്റെ ഉള്ളിൽ വന്നു. ആ സംശയം വന്നപ്പോ പിന്നെ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കാൻ എനിക്ക് ശരിയായ മാർഗനിർദ്ദേശം കാണിച്ചു തരണം. അതാണ് അടുത്ത ശ്ലോകത്തില്, അതാണ് അടുത്ത ശ്ലോകം ചൊല്ലിക്കൂ. कार्पण्यदोषोपहतः स्वभावः पृच्छामि त्वं धर्मसम्मूढचेताः यच्छ्रेयस्यान्निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाति मां त्वां प्रपन्नम्. ഇവിടെയാണ് അങ്ങയുടെ ശിഷ്യനായി മാറുന്നു എന്ന് പറയുന്നത്. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറയുന്നത് എന്താണ്? കാർപ്പണ്യദോഷം, അറിവില്ലായ്മ, അല്ലെ? അറിവില്ലായ്മയാകുന്ന ദോഷം കൊണ്ട്
എന്റെ സ്വഭാവമാകെ മങ്ങിപ്പോയിരിക്കുന്നു. അത് കാരണം എന്ത് സംഭവിച്ചു? ധർമ്മസമ്മൂഢ ചേതാഹ. അത് കാരണം എന്റെ അജ്ഞാനദോഷം എന്നെ ബാധിച്ചതുകൊണ്ട് എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ധർമ്മം എന്താണെന്ന് അറിയാൻ കഴിയാത്ത മനസ്സാണ് അപ്പൊ എനിക്കുള്ളത് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ത്വാം പൃച്ഛാമി, ഞാൻ അങ്ങയോട് പൃച്ഛാമി ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? മോക്ഷമാർഗത്തിന്, ശ്രേയസ്സിന്, മോക്ഷമാർഗത്തിന് വഴി തെളിക്കുന്നത് ഏതാണോ തത് മേ നിശ്ചിതം ബ്രൂഹി, അത് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. എനിക്ക് നല്ലത് ഏതാണ്, മോക്ഷ ശ്രേയസ്സായിരിക്കുന്നത് എന്താണോ അതെനിക്ക് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തന്നാലും. എന്നിട്ട് എന്താണ് അവസാനം പറയുന്നത്? അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറയാം. ഞാൻ അങ്ങയുടെ ശിഷ്യനായി മാറിയിരിക്കുന്നു. ത്വാം പ്രപന്നം മാം സ്വാധിമാം ത്വാം പ്രപന്നം, ത്വാം പ്രപന്നം മാം സ്വാധി എന്ന് പറഞ്ഞാൽ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ അങ്ങ് ശാസിച്ചാലും എന്നിവർ എനിക്ക് വേണ്ട രീതിയിൽ മാർഗനിർദ്ദേശം തന്നാലും. അല്ലെ? അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് അതൊരു ദോഷമാണ്. അജ്ഞാനം എന്ന് പറയുന്ന ദോഷം കൊണ്ട് എന്റെ സ്വഭാവമാകെ മങ്ങിപ്പോയി. അത് കാരണം ധർമ്മം എന്താണെന്ന് അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, മോക്ഷമാർഗത്തിന് അല്ലെങ്കിൽ ശ്രേയസ്സിന് വഴിതെളിക്കുന്ന കാര്യം എന്താണോ അതെനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന് പറയാം. ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ എനിക്ക് വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അപ്പൊ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ശാസിച്ചാലും എന്ന് പറയണം. ഗുരുവിനെ ശാസിക്കാലോ, ശിഷ്യനെ ശാസിച്ചാലും, എന്നെ ഉപദേശിച്ച് എന്നെ ഉയർത്തിയാലും. അപ്പൊ ഇവിടെ എന്താണ് കാർപ്പണ്യദോഷം എന്ന് പറയുന്നത് അല്ലെ? എന്താണ് ഈ കാർപ്പണ്യദോഷം? കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ഈ ഒരു പദ്യം ഈ ഒരു ശ്ലോകം വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അർജുനൻ ഈ കാര്യം പറഞ്ഞതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കണോ എന്നാണ്. എന്താണെന്നറിയാമോ? അർജുനന് ജ്ഞാനം നേടാനുള്ള പക്വത വന്നിരിക്കുന്നു. അർജുനന് ജ്ഞാനം ഉപദേശിക്കാനുള്ള മെച്യൂരിറ്റി വന്നിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം അർജുനൻ ഗൃഹസ്ഥനാണ്, ക്ഷത്രിയനാണ്. അപ്പൊ അങ്ങനെയുള്ള അർജുനൻ ആത്മജ്ഞാന ഉപദേശത്തിന് യോഗ്യത നേടുക അല്ലെങ്കിൽ പാകമായിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഈ ശ്ലോകം കൊണ്ട് അതാണ് മനസ്സിലാവണത് എന്നാണ് പറയുന്നത്. കാരണം അർജുനന്റെ ഉള്ളിൽ, അർജുനന്റെ മനസ്സിൽ ദൈവീ സമ്പത്ത് വളരെയധികം വളർന്നിരിക്കുന്നു. എന്താ കാരണം ചോദിച്ചു? ഒന്ന്, വനവാസ കാലത്തുള്ള അദ്ദേഹത്തിന്റെ ആ തിദിക്ഷ അല്ലെ? തിദിക്ഷ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ തിദിക്ഷ അഡ്വാൻസ് കോഴ്സ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്. തിദിക്ഷ ഷഡ്സമ്പത്തിയിൽ ഒന്നാണ് തിദിക്ഷ, സഹനം. ഓപ്പോസിറ്റ് സിറ്റുവേഷൻസിനെയൊക്കെ സഹിക്കാനുള്ള ആ ഒരു കഴിവ്, അതൊരു സമ്പത്താണ്. അപ്പൊ വനവാസ കാലത്തുണ്ടായിരുന്ന ആ തിദിക്ഷ, എല്ലാം സഹിക്കാനുള്ള കഴിവ്, അതുപോലെ ഭൗതിക വിജയങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തപസ്, ആ ഉറച്ച വിശ്വാസം, ഈശ്വര വിശ്വാസം, ഇതൊക്കെ അർജുനന്റെ മനസ്സിൽ ദൈവീ സമ്പത്ത് വളരെയധികം വളർത്തിയിരിക്കണോ എന്നാണ് പറയുന്നത്. അപ്പൊ ഉള്ളില് ആഗ്രഹങ്ങള്, മതമാത്സര്യങ്ങൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളില് ആ ഒരു ആസ്തിക്യ ബുദ്ധി, അതേപോലെ ധർമാസക്തി, ധർമ്മം ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ഇതൊക്കെ മനസ്സിനെ നല്ല വഴിക്ക് നയിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. നല്ല ഒരു മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവതരമായിട്ട് ബാധിക്കുന്ന ഒരു സ്റ്റേജ് വന്നപ്പോ, ഒരു ഘട്ടം വന്നപ്പോ അർജുനൻ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഉള്ളില് ദൈവീ സമ്പത്ത് വളർന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സന്ദർഭത്തില് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലാതെ പോയി എന്നാണ് പറയുന്നത്. അത് കൺഫ്യൂഷനായി ആകെ. അതെന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാണ്. ദൈവീ സമ്പത്ത് വളർന്നിട്ടുണ്ട്, പക്ഷെ ജ്ഞാനമില്ല. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല? സത്യം എന്താണ്, വസ്തു എന്താണ് അല്ലെ? വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണ്? ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ് ഉള്ളത്, ഉണ്മ. അപ്പൊ വസ്തു എന്താണെന്നുള്ളൊരു ബോധമില്ല അർജുനന്. ആ അജ്ഞാനമാണ് അർജുനന്റെ ഈ ഒരു കൺഫ്യൂഷന് കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സൃഷ്ടിയുടെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നിലനിൽപ്പിന്റെ ആധാരം എന്താണ്? എന്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു, നമ്മളെല്ലാവരും നിലനിൽക്കുന്നു, ഇവിടെ പല നാമരൂപങ്ങൾ കാണുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിലാണ്? ഇതിന്റെ ആധാരം എന്താണ്? ഇത് എവിടെയാണ് നിലനിൽക്കുന്നത്? എന്തിലാണ് നിലനിൽക്കുന്നത്? ഇത് അറിയാത്ത കാലത്തോടത്തോളം
ജീവിത മാർഗത്തിൽ ജീവിതം മുന്നോട്ട് പോകും തോറും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ പൂർണ്ണമായി വിജയം വരിക്കാൻ സാധിക്കില്ല എന്നാണ്. ജീവിതത്തിലെ ആ കർമ്മമാർഗത്തിൽ പൂർണ്ണമായ വിജയം നേടാൻ സാധിക്കില്ല. എങ്ങനെയാണെങ്കിൽ ഇതിന്റെ സത്യം എന്താണെന്നുള്ള ബോധമില്ലെങ്കിൽ. കാരണം ഇതെല്ലാം എവിടെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം എവിടെ നിന്നുണ്ടായി, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതെന്താണ്, ലൈക് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്, എന്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്, അതാണ് വസ്തുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വസ്തുവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കില്ല. നമ്മൾ തളർന്നു പോകും. പല സന്ദർഭങ്ങളിലും നമ്മൾ ജീവിതത്തിൽ തളർന്നു പോകും. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, പല സിറ്റുവേഷൻസിലും അല്ലെ, പല സാഹചര്യങ്ങളിലും നമ്മൾ തളർന്നു പോകാറുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ആ തളർച്ച വരാനുള്ള കാരണം? ഈ സത്യം അറിയാത്തതുകൊണ്ട്, ഈ വസ്തുബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടായത്, ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുക. അപ്പൊ നമ്മളുടെ കർമ്മത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ഇതാണ്, ഈ സത്യം മനസ്സിലാവാത്ത, ഈ വസ്തുബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ആപത്തുകൾക്കും കാരണം എന്ന് പറയുന്നത് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അപ്പൊ ഈ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ ഈ അറിവില്ലായ്മയാണ്, ഈ അജ്ഞാനത്തെയാണ് കാർപ്പണ്യദോഷം. സത്യം എന്താണെന്ന് അറിയുന്നില്ല, വസ്തു എന്താണ്, വസ്തുസ്ഥിതി എന്താണെന്ന് അറിയുന്നില്ല, അതാണ് കാർപ്പണ്യദോഷം എന്ന് പറയുന്നത്. ആ അറിവില്ലായ്മ ഒരു ദോഷമാണ്, അതാണ് കാർപ്പണ്യദോഷം. അപ്പോ ആരാണ് ഈ സത്യം അറിയാതെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ എന്തിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, ആ പരമമായ സത്യത്തെക്കുറിച്ച് അറിയാതെ ഈ ലോകം വിട്ടുപോകുന്ന ആളെ കൃപണൻ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ കൃപണന്റെ അവസ്ഥയാണ് കാർപ്പണ്യം എന്ന് പറയുന്നത്. സത്യം അറിയാതെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരിക, അത് കൃപണനാണ്. ആ അവസ്ഥയ്ക്ക് കാർപ്പണ്യം എന്ന് പറയും. അപ്പൊ ഇവിടെ അർജുനന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എനിക്ക് അറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയുന്നില്ല, സത്യം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ സത്യം എനിക്ക് അറിയില്ല എന്ന് അറിയുന്നത് തന്നെ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. അല്ലെ, എനിക്ക് ഒരു കാര്യം അറിയില്ല എന്ന് തിരിച്ചറിഞ്ഞാലേ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ മെനക്കെടുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ മെനക്കെടുള്ളൂ. നേരെ വെച്ച് എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണെങ്കിലോ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ, നമ്മൾക്കൊക്കെ എല്ലാം അറിയാം, എല്ലാം തികഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, നമ്മളൊന്നും പഠിക്കാൻ മെനക്കെടില്ല. അപ്പൊ ഇവിടെ അർജുനൻ ഒരു കാര്യം ബോധ്യമായി, സത്യം എന്തെന്ന് എനിക്കറിയില്ല എന്ന് ബോധ്യമായി. ആ തിരിച്ചറിവ് തന്നെ, അറിവില്ലായ്മയുണ്ട് എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. എനിക്കറിവില്ല, അല്ലെ, എനിക്ക് അറിവില്ലായ്മയുണ്ട്, ഇതാണ് ഏറ്റവും വലിയ അറിവ്. അത് തന്നെ ഒരു വലിയ നേട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന് ആ ഒരു അറിവ് അർജുനന്റെ ഉള്ളിൽ ഉണർന്നു വന്നു, എനിക്കറിയില്ല, സത്യം എന്തെന്ന് എനിക്കറിയില്ല. അത് തന്നെയാണ് ഈ ബ്രഹ്മോപദേശം അല്ലെങ്കിൽ സത്യം ഉപദേശിക്കാൻ അർജുനൻ പാകമായി എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എനിക്കറിയില്ല എന്നുള്ള അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പൊ ഈ ലോകത്ത് പലരും എന്താണ്, നമ്മളെപ്പോലുള്ളവരൊക്കെ എങ്ങനെയാണ്, നമുക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമ്മളെല്ലാം അറിഞ്ഞ പോലെയാണ് നമ്മൾ നടക്കുക, അല്ല ശരിയല്ലേ? നമ്മളുടെ ഭാവമൊക്കെ അങ്ങനെയാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം. അത് നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അപ്പോ ഓരോ വ്യക്തിയുടെയും ജീവിതം എന്ന് പറയുന്നത് തുടങ്ങുന്ന രണ്ട് ഘടകങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ. ഒന്ന് സ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വന്തം രൂപം. നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു രൂപമുണ്ട്, അതാണ് നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വഭാവം എന്നാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഘടകങ്ങളോട് കൂടിയിട്ടാണ് ഓരോ വ്യക്തിയും ജീവിതം തുടങ്ങുന്നത്. അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? യെസ്, രണ്ട് ഘടകങ്ങൾ. ഒന്ന് സ്വരൂപം, അത് തന്റെ സ്വന്തം രൂപം എന്താണോ അതാണ്. രണ്ടാമത്തത് സ്വഭാവം. അപ്പൊ ഇതിൽ സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും ഉള്ളില് മാറ്റമില്ലാത്ത, എന്നും സ്ഥിരമായി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു അംശമുണ്ട്, അതാണ് സ്വരൂപം. നമ്മളുടെ അതിൽ മാറ്റമില്ല. ഇത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ല, നമ്മള് പല സെഷൻസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ മാറ്റമില്ലാത്ത എന്തോ ഒന്നുണ്ട്, അത് സ്ഥിരമാണ്, അതാണ് നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത്. നമ്മുടെ സ്വരൂപത്തിൽ മാറ്റം വരുന്നില്ല, അതെപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നു. അതാണ് ആ മാറ്റമില്ലാത്ത ആ സ്വരൂപമാണ് വസ്തു എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് അതാണ്. സത്യത്തിന് ഒരിക്കലും മാറ്റം വരില്ല. നമ്മൾ പറഞ്ഞു കേട്ടില്ല, സത്യത്തിന് എന്നും 16 എന്ന് കേട്ട്, അതിനൊരിക്കലും മാറ്റം സംഭവിക്കില്ല.
അപ്പൊ സ്വരൂപം, നമ്മളിലെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതാണ്, അതിൽ മാറ്റം വരുന്നില്ല, അത് സ്ഥിരമാണ്. അപ്പൊ ഈ സ്ഥിരമായ ആ സ്വരൂപത്തില്, ആ വസ്തുവില് ഉണ്ടായി ഇല്ലാതാവുന്ന തൽക്കാലത്തേക്കുള്ള ദൃശ്യങ്ങളാണ് സ്വഭാവം എന്ന് പറയുന്നതാണ് സ്വഭാവം. അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വെള്ളം, ജലം എന്ന് പറയുന്ന സ്വരൂപമായി കണക്കാക്കാമെങ്കിൽ അതിലുണ്ടാവുന്ന കുമിളകള്, നുരകള്, പതകള്, അതൊക്കെ സ്വഭാവമാണ്, വെള്ളത്തിന്റെ സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. അതിൽ മാറ്റം സംഭവിക്കാം. പക്ഷെ ഓരോ തിരമാല ഉണ്ടാവുമ്പോഴും അതിന്റെ സ്വരൂപം എന്താണ്? വെള്ളമാണ്, വസ്തു വെള്ളമാണ്, അല്ലെ? ഓരോ തിരമാലയിലും വസ്തു വെള്ളമാണ്, അല്ലെങ്കിൽ സ്വരൂപം വെള്ളമാണ്. അത് ഓരോ കുമിളയിലും സ്വരൂപം വെള്ളമാണ്. ശരിയല്ലേ? അപ്പോ ഈ വസ്തുവില്, വെള്ളത്തില് തിരയുടെ ഒരു രൂപം വന്നു, അല്ലെങ്കിൽ കുമിളയുടെ ഒരു രൂപം വന്നു, അതിനൊരു പേരും, അതാണ് നാമരൂപം. ഇത് രണ്ട്, ഈ നാമരൂപങ്ങൾ ചേർന്നാണ് സ്വഭാവം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടോ? തുടക്കത്തിൽ തന്നെ സ്ട്രോങ് ഡോസ് ആയോ? ഇല്ലല്ലോ. എല്ലാവരും ഉറക്കം തൂങ്ങുന്നവരൊക്കെ ഉണരൂ നോക്കട്ടെ. വേക്കപ്പ് വേക്കപ്പ്. ഉണർന്നല്ലോ. ആകെ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സ്വരൂപം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാറ്റവും ഇല്ലാതെ എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ഒരു അംശമുണ്ട് നമ്മളെല്ലാവരും, അതാണ് സ്വരൂപം. അതില് ഉണ്ടായി മറയുന്ന തൽക്കാല ദൃശ്യങ്ങള്, നാമരൂപങ്ങള്, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ജലം സ്വരൂപമാണെങ്കിൽ അതിന്റെ സ്വഭാവമാണ് തിര, പത, നുര, കുമിള എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ സ്വരൂപം വെള്ളമാണ്, അല്ലെ? അപ്പൊ തിരയുടെയും കുമിളകളുടെയും രൂപം, അതിന് കൊടുക്കുന്ന പേരും ചേർന്നാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വഭാവം ഉണ്ടാവുന്നതിന് മുമ്പും ആ സ്വഭാവം ഉണ്ടായപ്പോഴും ഇനി അതില്ലാതായാലും സ്വരൂപം അങ്ങനെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ജലം ഉണ്ടായിരുന്നു ആദ്യം, പിന്നീട് അത് തിരമാലയായി മാറി, അല്ലെ? അപ്പോ തിരമാലയായിട്ട് നിൽക്കുമ്പോഴും, തിരമാല ആവുന്നതിന് മുമ്പ് വെള്ളമായിരുന്നു. ഇനി ആ ജലം തിരമാലയായി മാറിയപ്പോഴോ, അപ്പോഴും അതും വെള്ളം തന്നെയാണ്, അല്ലെ? ശരിയല്ലേ? ഇനി ആ തിരമാല ഇല്ലാതായി ലയിച്ചു ചേർന്ന് കഴിഞ്ഞാലോ, അപ്പോഴും അവശേഷിക്കുന്നതും വെള്ളം തന്നെയാണ്. ഇത് കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? അപ്പൊ അത് ഉണ്ടാവുന്ന സ്വഭാവം ഉണ്ടാവുന്നതിന് മുമ്പ്, അത് ഉള്ളപ്പോഴും ഇല്ലാതായി കഴിഞ്ഞാലും സ്വരൂപം അതേപോലെ മാറ്റമില്ലാതെ നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സ്വഭാവത്തിന് മാറി മാറി ഇങ്ങനെ വന്ന് ഇല്ലാതാവാൻ അവസരം നൽകുന്ന ഒരു അവസ്ഥയാണ് സ്വരൂപത്തിന്റെ. അപ്പൊ സ്വരൂപം എന്ന് പറയുന്നത് അനശ്വരമാണ്, അത് എപ്പോഴും ഉള്ളതാണ്. അതിലാണ് ഇതെല്ലാം ഉണ്ടായി ഇല്ലാതെയാകുന്നത്. അപ്പൊ ഈ സ്വരൂപത്തെ കുറിച്ച് അറിയാത്തിടത്തോളം കാലം സ്വഭാവത്തിന്റെ പൂർണ്ണമായ രഹസ്യം ഒരിക്കലും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാവണമെങ്കിൽ ആദ്യം സ്വരൂപത്തെ കുറിച്ച് അറിയണം. കാരണം ആ സ്വരൂപത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ഉണ്ടായതൊക്കെ തൽക്കാലത്തേക്കാണ്, താൽക്കാലികം മാത്രമാണ്, എപ്പോഴും ഉണ്ടാവില്ല. ശരിയല്ല? നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നോക്കൂ. ചുറ്റുമുള്ള എല്ലാറ്റിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ കണ്ടത് നമുക്ക് ഇന്ന് കാണാൻ കിട്ടുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടു, പക്ഷെ ഇന്നില്ല. അതുപോലെ ഇന്ന് കാണുന്നത് നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇന്ന് കാണാത്തത് നാളെ പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. അപ്പൊ ചുറ്റുപാടും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്നത് എവിടെയാണ്? അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാമരൂപങ്ങളെല്ലാം ചേർന്നതാണ് എന്റെ സ്വഭാവം. പക്ഷെ അതിൽ ഒരിക്കലും അത് ഏതിലാണോ ഇതെല്ലാം ഉണ്ടാവുന്നത്, അതാണ് സ്വരൂപം. അപ്പൊ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പും ഈ രണ്ട് ഘടകങ്ങളിലാണ്. നേരത്തെ വ്യക്തിയുടെ നിലനിൽപ്പ് പറഞ്ഞു, സ്വരൂപവും സ്വഭാവവും. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം എന്നുള്ള ആ ഒരു സൃഷ്ടി, ആ ഒരു നിലനിൽപ്പും, അതിനും ഈ രണ്ട് ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ? അഖണ്ഡമായ ബോധമാണ്, ആനന്ദ സ്വരൂപം, ആനന്ദമായ അഖണ്ഡ ബോധമാണ്, കോൺഷ്യസ്നെസ്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ വെള്ളത്തിൽ എങ്ങനെയാണോ കുമിളകൾ ഉണ്ടാവുന്നത്, അതേപോലെ ആ അഖണ്ഡ ബോധമാകുന്ന സ്വരൂപത്തില് കർമ്മഗതി, അല്ലെ, അത് ഉണ്ടാക്കി മറയ്ക്കുന്നതാണ് ഈ നാമരൂപങ്ങളൊക്കെ. ഈ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ മനുഷ്യൻ, പക്ഷെ എന്തൊക്കെ നാമരൂപങ്ങൾ ഇവിടെ ഉണ്ടോ അതൊക്കെ ആ അഖണ്ഡ ബോധത്തിൽ ഉണ്ടാവുന്ന സ്വഭാവമാണ്. സ്വരൂപം എന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ്. അതിലുണ്ടാവുന്ന സ്വഭാവമാണ് ബാക്കിയുള്ള നാമരൂപങ്ങൾ. ഈ പ്രപഞ്ചം മുഴുവൻ
അതാണ്. തുടക്കത്തിൽ തന്നെ ഗംഭീരമായിട്ടാണ് പറയുന്നത് അല്ല. അപ്പൊ ഈ സ്വരൂപത്തെ അറിയാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിന്റെ ആ സ്വഭാവം, അതിന്റെ രഹസ്യം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഓരോ വ്യക്തിയിലും, ഇപ്പൊ വെള്ളത്തില് കുമിളയിലുള്ള പോലെ തന്നെ ഈ പ്രപഞ്ച സ്വരൂപത്തിന്റെ രഹസ്യം പൂർണ്ണമായിട്ട് വെളിപ്പെടില്ല എന്നാണ് പറയുന്നത് അല്ലെ. കുമിള നോക്കിക്കഴിഞ്ഞാൽ കുമിളയില് വെള്ളത്തിന്റെ ആ സ്വരൂപത്തിന്റെ രഹസ്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കുമിള കണ്ടു കഴിഞ്ഞാൽ, കുമിള മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ച സ്വരൂപത്തിന്റെ രഹസ്യം പൂർണ്ണമായിട്ട് വെളിപ്പെടില്ല ഇതിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, നാമരൂപങ്ങളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ നാമരൂപങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും വെള്ളത്തില് കുമിളയില് ആ സ്വരൂപത്തിന്റെ അംശമുണ്ടാവും അല്ലെ. അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തിയിലും ഈ പ്രപഞ്ച സ്വരൂപത്തിന്റെ സ്വഭാവത്തിന്റെ അംശം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ബോധം, അഖണ്ഡമായിരിക്കുന്ന ആ ബോധവും അത് സ്വരൂപം, അതും പിന്നെ അതിന്റെ കർമ്മഗതിയിൽ, കർമ്മത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവുന്ന നാമരൂപങ്ങളാവുന്ന സ്വഭാവം, ഇത് രണ്ടും ചേർന്നതാണ് ഓരോ വ്യക്തിയും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വരൂപം എന്താണോ അതിനെ അറിയാതെ ഈ പുറമേക്കുള്ളതിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഒരു വ്യക്തിക്ക് ഇതിനെ സൂക്ഷ്മമായിട്ട് അറിയണമെങ്കിൽ തന്റെ തൽക്കാലത്തേക്കുള്ള രൂപവും അതിന്റെ കർമ്മമാർഗം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ആദ്യം സ്വരൂപബോധമുണ്ട്. സ്വരൂപബോധം അറ്റ്ലീസ്റ്റ് നമ്മളെ ബുദ്ധിയുടെ തലത്തിലെങ്കിലും അതൊന്ന് അറിയണം എന്നാണ് പറയുന്നത്. സിദ്ധാന്തപരമായിട്ടെങ്കിലും ഒന്ന് അറിയണം. ഇതിങ്ങനെയാണ് എന്നുള്ളൊരു അറിവെങ്കിലും ഉണ്ടാവണം. അനുഭവം ഇല്ലെങ്കിലും അതിങ്ങനെയാണ് എന്നുള്ളൊരു അറിവെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. അപ്പൊ അർജുനൻ പറഞ്ഞല്ലോ, ഈ അജ്ഞാനം കാരണം എന്റെ സ്വഭാവ രഹസ്യം മറക്കപ്പെട്ടിരിക്കുന്നത്, എനിക്ക് അറിയുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ ചോദ്യം വരുന്നത്? എന്താണ്? ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഇനി എവിടേക്കാണ് പോണ്ടത്? അല്ലെ, അതിനൊന്നും അതിനൊന്നും മറുപടി കിട്ടുന്നില്ല, അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ഈ ജീവിതം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉപദേശത്തിന് പാകമായി എന്നാണ്, സത്യം ഉപദേശിക്കപ്പെടാൻ പാകമായി എന്നാണ് പറയുന്നത്. ആ ഒരു മെച്യൂരിറ്റി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ള സത്യോപദേശത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് അർജുനനിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നാണ് പറയുന്നത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ. ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കൂ. ചിന്തകളൊന്നുമില്ലെങ്കിൽ ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ, നിശ്ചലമായ അവസ്ഥ, അതിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഗച്ഛത്വം സംവദത്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം
സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി. സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനിവഹ. സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ. നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.